ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. ഓൾ ദ ബെസ്റ്റ് മീഡിയ എന്നതിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് ആലപ്പുഴ ജില്ലയിലെ 9 നിയോജക മണ്ഡലങ്ങളെക്കുറിച്ചാണ്. ആലപ്പുഴ ജില്ലയിലെ 9 നിയോജക മണ്ഡലങ്ങളിലെ എക്സിറ്റ് പോൾ എന്താണെന്ന് നമുക്ക് നോക്കാം. അതിനു മുമ്പ് നമ്മൾ ഇപ്പോൾ പറഞ്ഞ തൃശ്ശൂർ ജില്ലയിലും എറണാകുളം ജില്ലയിലും പാലക്കാട് ജില്ലയിലും ഇടുക്കി ജില്ലയിലും മലപ്പുറം ജില്ലയിലും പത്തനംതിട്ട ജില്ലയിലും കോഴിക്കോട് ജില്ലയിലും 7 ജില്ലകൾ നമ്മൾ കവർ ചെയ്തു. 7 ജില്ലകളിലെ എക്സിറ്റ് പോൾ ഫലത്തിൻ്റെ റിസൾട്ടുകൾ നോക്കുമ്പോൾ 39 സീറ്റ് LDFിനും 39 സീറ്റ് UDFിനും BJP 0 സീറ്റിലുമാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ നമുക്കിനി ആലപ്പുഴ ജില്ലയിലെ 9 നിയോജക മണ്ഡലങ്ങൾ എങ്ങനെയാണ് എക്സിറ്റ് പോൾ വരുന്നതെന്ന് നോക്കാം. ആലപ്പുഴ ജില്ലയിലെ ഒന്നാമത്തെ നിയോജക മണ്ഡലമായ അരൂർ നിയോജക മണ്ഡലത്തെക്കുറിച്ച് നോക്കാം. അരൂർ നിയോജക മണ്ഡലത്തിൽ LDFിൻ്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് ദലീമ ജോജോയാണ്. ദലീമ ജോജോ LDFിൻ്റെ സ്ഥാനാർത്ഥിയും ഷാനിമോൾ ഉസ്മാൻ UDFിൻ്റെ സ്ഥാനാർത്ഥിയും PS ജ്യോതിഷ് BJPയുടെ സ്ഥാനാർത്ഥിയുമായി മത്സരിക്കുന്നു. അവിടെ ഏകദേശം 5000 to 10000 വോട്ടിൻ്റെ ലീഡോടുകൂടി ദലീമ ജോജോ വിജയിക്കുമെന്നാണ് നമ്മുടെ എക്സിറ്റ് പോൾ ഫലം പറയുന്നത്. ആലപ്പുഴ ജില്ലയിലെ രണ്ടാമത്തെ നിയോജക മണ്ഡലമായ ചേർത്തല നിയോജക മണ്ഡലത്തെക്കുറിച്ച് നോക്കാം. ചേർത്തല നിയോജക മണ്ഡലത്തിൽ ആലപ്പുഴ ജില്ലയിലെ രണ്ടാമത്തെ നിയോജക മണ്ഡലമായ ചേർത്തല നിയോജക മണ്ഡലത്തിൽ P പ്രസാദാണ് LDFിൻ്റെ സ്ഥാനാർത്ഥി. KP രാജേന്ദ്ര പ്രസാദാണ് UDFിൻ്റെ സ്ഥാനാർത്ഥി. TP അനന്തരാജാണ് BJPയുടെ സ്ഥാനാർത്ഥി. അവിടെ ഏകദേശം 10000 to 12000 വോട്ടിൻ്റെ ലീഡോടുകൂടി P പ്രസാദ് വിജയിക്കും. LDFിൻ്റെ സ്ഥാനാർത്ഥി P പ്രസാദ് വിജയിക്കുമെന്നാണ് നമ്മുടെ എക്സിറ്റ് പോൾ ഫലം പറയുന്നത്. ആലപ്പുഴ ജില്ലയിലെ ആലപ്പുഴ മണ്ഡലത്തെക്കുറിച്ച് നോക്കാം. മൂന്നാമത്തെ മണ്ഡലമായ ആലപ്പുഴ മണ്ഡലത്തിൽ PP ചിത്തരഞ്ജനാണ് LDFിൻ്റെ സ്ഥാനാർത്ഥി. AD തോമസ് ആണ് UDFിൻ്റെ സ്ഥാനാർത്ഥി. MJ ജോബാണ് BJPയുടെ സ്ഥാനാർത്ഥി. ആലപ്പുഴ ജില്ലയിലെ ആലപ്പുഴ മണ്ഡലത്തിൽ LDFിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് PP ചിത്തരഞ്ജൻ അവിടെ 5000 to 7000 വോട്ടിൻ്റെ ലീഡോടുകൂടി വിജയിക്കുമെന്നാണ് നമ്മുടെ എക്സിറ്റ് പോൾ ഫലം പറയുന്നത്. ആലപ്പുഴ ജില്ലയിലെ നാലാമത്തെ നിയോജക മണ്ഡലമായ അമ്പലപ്പുഴ നിയോജക മണ്ഡലത്തെക്കുറിച്ച് നോക്കാം. അമ്പലപ്പുഴ നിയോജക മണ്ഡലത്തിൽ H സലാമാണ് LDFിൻ്റെ സ്ഥാനാർത്ഥി. G സുധാകരൻ ആണ് UDFിൻ്റെ സ്ഥാനാർത്ഥി. അരുൺ അനിരുദ്ധാണ് BJPയുടെ സ്ഥാനാർത്ഥി. ഏകദേശം 2000 to 5000 വോട്ടിൻ്റെ ലീഡോടുകൂടി അമ്പലപ്പുഴ മണ്ഡലം അട്ടിമറി വിജയം നേടും എന്നാണ് നമ്മുടെ എക്സിറ്റ് പോൾ ഫലം പറയുന്നത്. G സുധാകരൻ അവിടെ അട്ടിമറി വിജയം നേടും എന്ന് നമ്മുടെ എക്സിറ്റ് പോൾ ഫലം പറയുന്നു. അടുത്തത് കുട്ടനാട് നിയോജക മണ്ഡലമാണ്. കുട്ടനാട് നിയോജക മണ്ഡലത്തിൽ തോമസ് K തോമസ് ആണ് LDFിൻ്റെ സ്ഥാനാർത്ഥി. റജി ചെറിയാനാണ് UDFിൻ്റെ സ്ഥാനാർത്ഥി. സന്തോഷ് ശാന്തിയാണ് BJPയുടെ സ്ഥാനാർത്ഥി. കുട്ടനാട് മണ്ഡലവും അട്ടിമറി വിജയം റജി ചെറിയാൻ നേടും എന്നാണ് നമ്മുടെ എക്സിറ്റ് പോൾ ഫലം പറയുന്നത്. 2000-നും 3000-നും വോട്ടിൻ്റെ ഇടയിൽ ഭൂരിപക്ഷത്തിൽ റജീസ് ചെറിയാൻ വിജയിക്കുമെന്നാണ് നമ്മുടെ എക്സിറ്റ് പോൾ ഫലം പറയുന്നത്. അടുത്തത് ഹരിപ്പാട് മണ്ഡലമാണ്.
ഹരിപ്പാട് മണ്ഡലത്തിൽ ടി ജിസ്മോനാണ് LDFിൻ്റെ സ്ഥാനാർത്ഥി. രമേശ് ചെന്നിത്തല UDFിൻ്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നു. സന്ദീപ് വനസ്പതി അവിടെ BJPയുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നു. ഏകദേശം 10,000 to 15,000 വോട്ടിൻ്റെ ഇടയിൽ ലീഡോടുകൂടി അവിടെ രമേശ് ചെന്നിത്തല UDFിൻ്റെ സ്ഥാനാർത്ഥി വിജയിക്കുമെന്നാണ് നമ്മുടെ എക്സിറ്റ് പോൾ ഫലം പറയുന്നത്. ആലപ്പുഴ ജില്ലയിലെ 7ാമത്തെ നിയോജക മണ്ഡലമായ കായംകുളം നിയോജക മണ്ഡലത്തെക്കുറിച്ച് നോക്കാം. കായംകുളം നിയോജക മണ്ഡലത്തിൽ പ്രതിഭ ഹരിയാണ് LDFിൻ്റെ സ്ഥാനാർത്ഥി. UDFിൻ്റെ സ്ഥാനാർത്ഥി ലിജു ആണ്. BJPയുടെ സ്ഥാനാർത്ഥി തമ്പി മേട്ടുത്തറയാണ് BJPയുടെ സ്ഥാനാർത്ഥി. ഏകദേശം 2,000 to 3,000 വോട്ടിൻ്റെ ലീഡോടുകൂടി അവിടെ ലിജു വിജയിക്കും. UDFിൻ്റെ സ്ഥാനാർത്ഥിയായ ലിജു വിജയിക്കും എന്നാണ് നമ്മുടെ എക്സിറ്റ് പോൾ ഫലം പറയുന്നത്. അടുത്തത് മാവേലിക്കര നിയോജക മണ്ഡലം. ആലപ്പുഴ ജില്ലയിലെ 8ാമത്തെ നിയോജക മണ്ഡലമായ മാവേലിക്കര നിയോജക മണ്ഡലത്തിൽ MS അരുൺകുമാറാണ് LDFിൻ്റെ സ്ഥാനാർത്ഥി. UDFിൻ്റെ സ്ഥാനാർത്ഥിയായി അവിടെ മത്സരിക്കുന്നത് മതര രാജനാണ്. അതുപോലെ തന്നെ അജിമോഹനാണ് അവിടെ BJPയുടെ സ്ഥാനാർത്ഥി. മാവേലിക്കര നിയോജക മണ്ഡലത്തിൽ 20,000 to 25,000 വോട്ടിൻ്റെ ഇടയിൽ ഭൂരിപക്ഷത്തിൽ MS അരുൺകുമാർ അവിടെ വിജയിക്കുമെന്നാണ് നമ്മുടെ എക്സിറ്റ് പോൾ ഫലം പറയുന്നത്. ആലപ്പുഴ ജില്ലയിലെ അവസാന നിയോജക മണ്ഡലമായ 9ാമത്തെ നിയോജക മണ്ഡലം ചെങ്ങന്നൂർ നിയോജക മണ്ഡലം. ചെങ്ങന്നൂർ നിയോജക മണ്ഡലത്തിൽ സജി ചെറിയാനാണ് LDFിൻ്റെ സ്ഥാനാർത്ഥി. UDFിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് അബി കുര്യാക്കോസാണ് UDFിൻ്റെ സ്ഥാനാർത്ഥി. MV ഗോപകുമാറാണ് BJPയുടെ സ്ഥാനാർത്ഥി. ചെങ്ങന്നൂർ നിയോജക മണ്ഡലത്തിൽ 8,000 to 12,000 വോട്ടിൻ്റെ ഇടയിൽ ഭൂരിപക്ഷത്തിൽ സജി ചെറിയാൻ വിജയിക്കുമെന്നാണ് നമ്മുടെ എക്സിറ്റ് പോൾ ഫലം പറയുന്നത്. ഇപ്പോഴത്തെ ടാലി അനുസരിച്ച് LDF 44 സീറ്റും UDF 43 സീറ്റിലുമാണ് വിജയിച്ചിരിക്കുന്നത്. ഇപ്പോഴുള്ള ടാലി അനുസരിച്ച് ആലപ്പുഴ ജില്ലയിൽ മൊത്തം 9 നിയോജക മണ്ഡലങ്ങൾ ഉള്ള ആലപ്പുഴ ജില്ലയിൽ LDFിന് വമ്പം തിരിച്ചടിയാണ് ആലപ്പുഴ ജില്ലയിൽ നേരിടുന്നത്. ആലപ്പുഴ ജില്ലയിൽ 5 നിയോജക മണ്ഡലങ്ങളിൽ മാത്രമാണ് LDFിന് ജയിക്കാൻ സാധിക്കുന്നത്. 4 നിയോജക മണ്ഡലങ്ങളിൽ UDFിന് വിജയിക്കാൻ സാധിക്കുന്നു. അപ്പോൾ 5 നിയോജക മണ്ഡലങ്ങളിൽ 43 നിയോജക മണ്ഡലങ്ങളിലെ 5 നിയോജക മണ്ഡലങ്ങളിൽ കൂടുമ്പോൾ 44 നിയോജക മണ്ഡലങ്ങളിൽ 5 നിയോജക മണ്ഡലങ്ങളിൽ കൂടുമ്പോൾ 49 നിയോജക മണ്ഡലങ്ങളിൽ LDFും 43 നിയോജക മണ്ഡലങ്ങളിലെ 4 നിയോജക മണ്ഡലങ്ങൾ കൂടുമ്പോൾ 47 നിയോജക മണ്ഡലങ്ങളിൽ UDFും 49 LDFും 47 നിയോജക മണ്ഡലങ്ങളിൽ UDFും BJP 0 നിയോജക മണ്ഡലങ്ങളിലും ലീഡ് വിജയിക്കും എന്നാണ് നമ്മുടെ എക്സിറ്റ് പോൾ ഫലം പറയുന്നത്. ഇപ്പോൾ 2 സീറ്റിൻ്റെ ലീഡ് ഇപ്പോൾ LDFിന് ഉണ്ട്. 2 സീറ്റിൻ്റെ ലീഡോടുകൂടി LDF ഇപ്പോൾ മുന്നിൽ നിൽക്കുകയാണ്.
അപ്പോൾ നമുക്ക് അടുത്ത ജില്ലയുമായി അടുത്ത വീഡിയോയിൽ കാണാം. അടുത്ത ജില്ലയുമായി അടുത്ത വീഡിയോയിൽ കാണാം. അടുത്ത ജില്ല കോട്ടയം ജില്ലയാണ്. കോട്ടയം ജില്ലയിലെ 9 നിയോജക മണ്ഡലങ്ങളെക്കുറിച്ച് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ അതുവരേക്കും ഗുഡ് ബൈ.